ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് പെസഹ വ്യാഴാഴ്ച. ക്രിസ്തീയ കലണ്ടറിൽ വളരെ പ്രത്യേകതയോടും ഭക്തി ആദരവുകളോടും കൂടെ ലോകത്തെമ്പാടും ഓർമ്മിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ മോണ്ടി തേഴ്സ്ഡേ. യേശു തൻ്റെ ഏക കൽപ്പന, തന്നെ അനുഗമിക്കുന്ന ഏവർക്കും ഒരുപോലെ എപ്പോഴും ബാധകമായ ഒരേ ഒരു കൽപ്പന നൽകുകയും അതിൻ്റെ പശ്ചാത്തലമൊരുക്കുന്നതിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരുമായി സ്നേഹവിരുന്ന് ആചരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിവസത്തെയാണ് നാം പെസഹ വ്യാഴാഴ്ച, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മോണ്ടി തേഴ്സ്ഡേ. മോണ്ടി എന്ന വാക്ക് മാൻഡേറ്റം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. മാൻഡേറ്റം എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യം തന്നെ. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന സക്രമെന്താണ്? ലോർഡ് സപ്പർ, അല്ലെങ്കിൽ യൂക്കറിസ്റ്റ്, അല്ലെങ്കിൽ കുർബാന, അല്ലെങ്കിൽ കത്തോലിക്കൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യബലി, ദ മാസ് എന്ന ഈ ഒരു പ്രത്യേകമായ ആത്മീയ അനുഭവം. എന്നാൽ അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ആത്മാവിൽ അനുഭവിക്കുവാനോ ഉൾക്കൊള്ളുവാനോ വിശ്വാസികൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ടോ എന്നത് നാം വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ആധുനിക യുഗം പൊതുവെ നോക്കുമ്പോൾ പ്രതീകങ്ങൾക്ക് വലിയ അർത്ഥമോ വിലയോ കൊടുക്കാത്ത ഒരു യുഗമാണ്. ദ മോഡേൺ ഏജ് ഈസ് എ സംവോട്ട് അൺസിംബോളിക് ഏജ് എന്ന് പറഞ്ഞാൽ, പ്രതീകങ്ങൾ, സിമ്പിൾസിന് പണ്ട് ഉണ്ടായിരുന്നപ്പോൾ, പണ്ട് ആളുകൾ കൊടുത്തിരുന്ന പോലെയുള്ള വില, വൈകാരികമായ അടുപ്പം അതിനോട് ആധുനിക മനുഷ്യന് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. അത് ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മെറ്റീരിയലിസം, കൺസ്യൂമറിസം ഇത്യാദിയുള്ള സാംസ്കാരികമായ പാളിച്ചകളിൽ കൂടെ മനുഷ്യൻ്റെ പ്രത്യേകമായ കഴിവുകൾക്ക് വീര്യം കുറയുകയും, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ സ്കോപ്പ് ചുരുങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് പൊതുവെ ചിന്തിക്കുന്നവർ, സാംസ്കാരികമായ മാറ്റങ്ങളെ സസൂക്ഷ്മം പഠിക്കുന്നവർ നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ സത്യമുണ്ട് എന്നത് ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം പരമ്പരാഗതമായി യേശുവിൻ്റെ ഈ തൻ്റെ ശിഷ്യന്മാരുമായുള്ള സ്നേഹവിരുന്നിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് എല്ലാ ഞായറാഴ്ചയും, ചില ട്രഡീഷനുകളിൽ എല്ലാ ദിവസവും, അപ്പോൾ കത്തോലിക്ക പുരോഹിതന്മാർ എല്ലാ ദിവസവും മാസ് ആചരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ആചരിച്ചു വരുന്നുവെങ്കിലും ഇതിൻ്റെ ആത്മീകമായ റിച്ച്നെസ്, അതിൻ്റെ സമ്പത്ത്, ആശയപുഷ്ടി, ആത്മീകമായ ഉള്ളടക്കം, അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയമായ ആന്തരിക അനുഭവം, അതിൻ്റെ അഭൗമമായ വികാരം, ഇവ യേശു വിഭാവന ചെയ്തതുപോലെ ഈ ആചരണത്തിൽ കൂടെ നാം അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നാം പ്രത്യേകം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അത് മനസ്സിൻ്റെ ഒരു ഭാഗത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നതിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിക്കുന്ന ഈ അന്തിമ അത്താഴത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗം ഞാനിപ്പോൾ വായിക്കാൻ പോവുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു.
എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് പരിചിതമാകിയാൽ അത് മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആത്മീയ അനുഭവത്തെ ഒന്ന് തിരിച്ചറിയുവാൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. തൻ്റെ ശിഷ്യന്മാരുമായി ഒരു വാർഷിക ആഹാരം ആചരിക്കുക എന്നത് യഹൂദ പാരമ്പര്യത്തിലുണ്ടായിരുന്ന റബിമാരുടെ, അവരുടെ ഗുരുക്കന്മാരുടെ ഒരു ആചരണമായിരുന്നു. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ ഇതിന് ഒരു പ്രത്യേകതയുമില്ല. എന്നാൽ അന്ന് നിലവിലിരുന്ന ഒരു ആചാരത്തെ യേശു സ്വീകരിച്ചിട്ട് അതിന് അത്ഭുതകരമായ രൂപാന്തരം നൽകി അതിപ്പോഴും ആത്മീയമായ അർത്ഥം നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമാക്കി രൂപാന്തരപ്പെടുത്തി. ഇത് യേശുവിൻ്റെ പൊതുവായുള്ള വ്യക്തിത്വത്തിൻ്റെ പൊതുവായുള്ള സ്വഭാവമാണെന്ന് നമുക്കറിയാം. യേശു തൊട്ടതും കൈകാര്യം ചെയ്തതും എല്ലാം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഒന്നും അതുപോലെ അവശേഷിപ്പിച്ച് പോകുന്ന ഒരു സ്വഭാവമോ വ്യക്തിത്വമോ യേശുവിന് ഇല്ലായിരുന്നു. യേശു സ്പർശിച്ചത് മുഴുവനും അർത്ഥഗാംഭീര്യമായി രൂപാന്തരപ്പെട്ടു. അത് പിന്നെ പണ്ട് അറിഞ്ഞതുപോലെയല്ല, അതൊരു പുതിയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടു. ആ ഒരു തത്വത്തിന് മാറ്റമില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഇവിടെ സംഭവിച്ചു. ഇത് വളരെ അധികം അർത്ഥഗാംഭീര്യമുള്ളതായി ഭവിച്ചു. ഇത് പൊതുവായി നാം അറിയുന്ന മർമ്മമാണ്. ഇനിയും ഇതിൻ്റെ പ്രത്യേകത ഒന്ന് തിരിച്ചറിയുന്നതിന് നമുക്ക് പരിചയമുള്ള ഒരനുഭവം ഒന്ന് പരിഗണിക്കുന്നത് പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച അനുഭവമുണ്ട്. നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, അപ്പൻ്റെ, അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അപ്പോൾ അതിന് നാം ഒരു കേക്ക് മുറിക്കാറുണ്ട്. കേക്കിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വെള്ളക്കാരൻ നമ്മളെ പഠിപ്പിച്ചു, നമ്മളത് വലിയ കാര്യമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ സാമ്പത്തികമായ വലിയ പരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന് വീട്ടിലാകപ്പാടെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അല്പം സേമിയ പായസമായിരുന്നു. അപ്പോൾ ആ കാലത്ത് സേമിയ പായസം വളരെ ആസ്വാദ്യകരമാണ്. അത് അപൂർവമായി മാത്രം ലഭിക്കുന്നത് കൊണ്ട് വർഷം മുഴുവനും അതിനുവേണ്ടി കാത്തിരിക്കും. ബർത്ത്ഡേ വരാനായിട്ട് കാത്തിരിക്കും. എന്താണ്? കേക്ക് മുറിക്കാനല്ല, അല്പം സേമിയ പായസം കുടിക്കാൻ. അത് അമ്മ ഉണ്ടാക്കുന്ന സേമിയ പായസമാകുമ്പോൾ അത് അതുല്യമാണ്. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ താരിപ്പനുസരിച്ച് നാം ഒരു കേക്ക് മുറിക്കുന്നു. ഇപ്പോൾ കേക്ക് എല്ലാവരും മുറിച്ച് തിന്നാറുണ്ട്. അതിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു കേക്ക് വാങ്ങിക്കുന്നു, 10-20 പേർ കൂടിയിരുന്ന് അത് മുറിച്ച് തിന്നുന്നു. അതിലൊരു പ്രത്യേകതയൊന്നുമില്ല, അതെല്ലാവരും ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതേ കേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ആ കേക്കിന് ഒരു പ്രത്യേകത ആ ഒരു പ്രക്രിയയിൽ തന്നെ ഉണ്ടാകാൻ തുടങ്ങുന്നു. സാധാരണ ഒരു കാപ്പികുടിയിൽ ഉപയോഗിക്കാനായി, ഒരു ടീ പാർട്ടിയിൽ ഉപയോഗിക്കാനായി മുറിക്കാൻ ഒരു കേക്ക് കൊണ്ടുവെക്കുന്നതും അതേ കേക്ക് തന്നെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മേശപ്പുറത്ത് കൊണ്ടുവെക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൽ ആ കേക്ക് മുറിച്ച് അതിൻ്റെ ആദ്യത്തെ കഷണം ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കപ്പെടുന്നുവോ ആ വ്യക്തിയുടെ വായിലേക്ക് ആ വ്യക്തിയെ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന വ്യക്തി വെച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിന് വളരെ പ്രത്യേകമായ ആ വെച്ചു കൊടുക്കുന്ന കഷ്ണത്തിന്
പിന്നെ അതിനുശേഷം മുറിക്കപ്പെട്ട് എല്ലാവരും പങ്കിടുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഒരു പ്രത്യേകത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ മനസ്സിൽ വെച്ച് യേശു ആചരിച്ച ഈ അന്ത്യ അത്താഴത്തെ പരിഗണിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുമെന്നതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം ഞാൻ ആദ്യമേ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ യേശു എന്താണ് ചെയ്തത്? ഒരു ഫെലോഷിപ്പ് മീൽ, ഒരു കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മ ആചരിച്ചു എന്നതിൽ യാതൊരു പ്രത്യേകതയുമില്ല. അത് ആ കാലത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരുടെ റബിമാർ, യഹൂദന്മാരുടെ ഇടയിലെ റബിമാർ അവരുടെ ശിഷ്യന്മാരുമായി അപ്രകാരമുള്ള ഒരു വിരുന്ന് ആചരിക്കുക എന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, ഈസ്റ്റേൺ ട്രഡീഷൻ ഇപ്പോഴും അറബികളുടെ ഇടയിലൊക്കെ പോയാൽ ഒരു വലിയ പാത്രത്തിൽ ആഹാരം വെച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം അതിന് ചുറ്റുമിരുന്ന് അതേ പാത്രത്തിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അതിൽ മാറ്റങ്ങൾ വന്നുണ്ട്. പക്ഷേ ബെദുവിൻസ്, പഴയ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്ന ബെദുവിൻസിൻ്റെ ഇടയിൽ പോയാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അതിൽ കൂടെ ഒരു കുടുംബത്തിൻ്റെ അഖണ്ഡതയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് എ ഫാമിലി, അത് അനുദിനം പുതുക്കപ്പെടുന്ന അവസ്ഥയായിട്ട് ഈ പങ്കിടുന്ന ഒരേ പ്ലേറ്റിൽ നിന്ന് പങ്കിടുന്ന ആഹാരം അവർ അനുഭവിക്കുകയാണ്. അതിൻ്റെ തിയറി എപ്പോഴും അറിഞ്ഞും ഓർത്തുമാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കാനാണ് വഴി. കാരണം അപ്രകാരമുള്ളൊരു ക്രമീകരണം ആരംഭിച്ചത് കുടുംബനാഥനുണ്ട്, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കുടുംബം, അതിനകത്തെ അംഗങ്ങൾ, പല കുടുംബങ്ങളിലും അനേകം അംഗങ്ങൾ, അവരെല്ലാവരും ആത്മാവിൽ ഒന്നാകുന്നു. എ സെൻസ് ഓഫ് സ്ട്രോങ് യൂണിറ്റി ദാറ്റ് ബൈൻഡ്സ് ദം. അതനുഭവിക്കാനായി അവർ ആഹാരം കഴിക്കുമ്പോൾ ഒരേ പ്ലേറ്റിന് ചുറ്റുമിരുന്ന്, അപ്പോൾ വലിയ പ്ലേറ്റ് ആയിരിക്കും, അത് നിറച്ച് ആഹാരം വെച്ചിട്ട് അവർ അതിന് ചുറ്റുമിരുന്ന് ആഹാരം പങ്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സമയത്തും സംഭവിച്ചു. അപ്പോൾ ആദ്യം ആഹാരം, രണ്ടാമത് അത് പങ്കിടുവാനായി എല്ലാവരും ചുറ്റുമിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരേ കപ്പിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയും ഒരേ അപ്പം അതിൻ്റെ പങ്കാളികളാകുകയും ചെയ്യുന്നു. അപ്പോൾ അവരൊന്നാകുന്നു എന്ന അനുഭവത്തിന് കുറച്ചുകൂടെ ആഴവും അർത്ഥവും വീര്യവും ഉണ്ടാകും. ആദ്യം കൂടി വരുന്നു, രണ്ടാമത് ഒരു ആഹാരം അവർ പങ്കിടുന്നു. ആ പങ്കിടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അപ്പമെടുത്ത് നുറുക്കി അത് അവർ പങ്കിടുന്നു, ഒരേ കപ്പിൽ നിന്ന് കുടിക്കുന്നു. അപ്പോൾ അത് അവരുടെ മധ്യത്തിലുള്ള, ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മധ്യത്തിലുള്ള അവരുടെ ഒന്നിപ്പിൻ്റെ ആത്മാവ്, സൗഹൃദത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലവ്, ആ ഒരേ കപ്പിൽ നിന്ന് കുടിക്കുകയും ഒരേ അപ്പത്തിൻ്റെ അംശങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു പൊതുവായ ആഹാരം രൂപാന്തരപ്പെട്ടിട്ട് അത് ഒരു പ്രത്യേകതയുള്ള ആഹാരമായി ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ രൂപാന്തരപ്പെടുന്നു. ആ ഘട്ടത്തിൽ ഇപ്രകാരം ഒരേ കപ്പിൽ നിന്ന് കുടിക്കുകയും ഒരേ അപ്പത്തിൻ്റെ അംശങ്ങൾ കഴിക്കുകയും ചെയ്യുമ്പോൾ ആ ഒന്നിപ്പിൻ്റെ ആത്മാവ് അവർക്ക് അനുഭവവേദ്യമായിത്തീരുന്നു. നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു അടുപ്പമുണ്ട്. പക്ഷേ അടുപ്പത്തിൻ്റെ ആത്മാവ് അവർക്കറിയാൻ തക്കവണ്ണം അവരെ സഹായിക്കുന്നത് ഈ ഒരേ കപ്പിൽ നിന്ന് കുടിക്കുകയും ഒരേ അപ്പത്തിൻ്റെ അംശം ഭക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇനിയും നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിൽ ഇത് മറ്റാരും ചെയ്യാത്ത കാര്യമാണ്, യേശു മാത്രമാണ് ഇത് ചെയ്തത്. യഹൂദന്മാരുടെ ഇടയിലെ ഒരു റബി പോലും, ഒരു ഗുരു പോലും ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ചെയ്തില്ല. യേശു എന്ത് ചെയ്തു? ഒരപ്പം എടുത്ത് നുറുക്കിയിട്ട് അവരോട് പറഞ്ഞു,
ഇത് എൻ്റെ ശരീരം, നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. ഒരു പാനപാത്രമെടുത്ത് ഇത് എൻ്റെ രക്തം, നിങ്ങൾക്കായി ചൊരിയുന്ന രക്തം. അവിടെ ഈ സ്നേഹവിരുന്നിനെ അങ്ങ് വളരെ 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 മുൻപോട്ട് കൊണ്ടുപോവുകയാണ് യേശു. ഇപ്പോൾ ആദ്യം നാം ഒന്നാണ് എന്ന് അറിയാനുള്ള ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ആ ഒന്നിപ്പിൻ്റെ ആത്മാവിനെ അവർ അനുഭവപ്പെടത്തക്കവണ്ണം ഒരു കപ്പിൽ നിന്ന് ഷെയർ ചെയ്യുന്നു, ഒരു അപ്പത്തിൻ്റെ അംശം കഴിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? യേശു അതിനകത്ത് പ്രത്യേകതയുള്ള ഒരു സാധ്യത അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തനിക്ക് തൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹം, ആത്യന്തികമായ കമ്മിറ്റ്മെൻറ്റ്, അവരിൽ കൂടെ വിശ്വാസ സമൂഹത്തിനോട് എക്കാലത്തും നിലനിൽക്കുന്ന യേശുവിൻ്റെ സ്നേഹവും ആത്യന്തികമായ കമ്മിറ്റ്മെൻറ്റും അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ ഒരു അപ്പമെടുത്ത് നുറുക്കിയിട്ട് ഇതെൻ്റെ ശരീരം. അതിന് മുൻപ് അപ്പം പങ്കിടുന്നത് യേശുവിൻ്റെ ശരീരമായിട്ടല്ല, അത് ഒരു കൂട്ടത്തിൻ്റെ, ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ, ഒരു കൂട്ടായ്മയിലാണെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ ആത്മാവായിട്ടാണ്. ദ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ ലവ്. എന്നാൽ അവിടെ നിന്ന് യേശു മുൻപോട്ട് പോവുകയാണ്. എന്താണ്? ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ രക്തം എന്ന് പറയുമ്പോൾ വളരെ വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. എന്താണ്? ഈ ഒരേ അപ്പത്തിൻ്റെ അംശം കഴിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞ അവരുടെ ഐക്യത്തിൻ്റെ, അവരൊന്നായിത്തീരുന്നതിൻ്റെ ആത്മാവിനെ ഇപ്പോൾ ഒരു മതപരമായ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ്. ഈ മതപരമെന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആചരിക്കപ്പെടേണ്ടതിന്, പ്രതീകങ്ങളിൽ കൂടെ നിലനിൽക്കേണ്ടതിന്, അതായത് ആ ഒറിജിനൽ എക്സ്പീരിയൻസ്, ഏത് അനുഭവത്തിൽ, ഏത് പ്രത്യേകതയുള്ള അനുഭവത്തിൽ കൂടെയാണോ ഇത് ആരംഭിക്കുന്നത്, അത് അതേ അർത്ഥത്തിലും അതേ ആത്മാവിലും യുഗാന്തരങ്ങളിൽ തലമുറകൾ അനുഭവിക്കേണ്ടതിന് അതിനെ പ്രതീകങ്ങളിൽ കൂടെ ഒരു അനുഭവവേദ്യമായ, മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ ആയിട്ടുള്ള ഈ കൂട്ടം, യേശുവും തൻ്റെ 12 ശിഷ്യന്മാരും, അവർക്ക് അപ്പുറത്തുള്ള അനേക തലമുറകൾ അവരും ഇതേ അനുഭവത്തിൻ്റെ അനുഗ്രഹവും ആത്മീകമായ പ്രചോദനവും ആദ്യത്തെ അത്താഴത്തിൽ എപ്രകാരം യേശു തൻ്റെ ശിഷ്യന്മാരുമായി അനുഭവിച്ചുവോ അതേ അനുഭവം, അതേ ആത്മാവിൽ ഇനി വരുന്ന തലമുറകൾ ചരിത്രം അവസാനിക്കുന്നത് വരെ അനുഭവിക്കത്തക്കവണ്ണം അതിനെ മറ്റുള്ളവർക്ക് കൂടെ അനുഭവവേദ്യമാക്കി തീർക്കുന്ന പ്രക്രിയയുടെ പേരാണ് മതപരമായ മാറ്റം. അത് ആത്മീയമായതിൽ നിന്ന് മതപരമായ ഒരു ഘട്ടത്തിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇത് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അപ്പോൾ ഇത് 3-4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നു. ഒന്ന്, ആ സമൂഹത്തിൽ, ആ കാലഘട്ടത്തിൽ നിലനിന്ന പൊതുവായ ഒരു ആചാരം, ആ ആചാരത്തിൻ്റെ അതിൻ്റേതായ ആത്മാവ്, ആ ആത്മാവിനെ തൻ്റെ ശിഷ്യന്മാരുമായി അവർ വ്യക്തിപരമായ പ്രത്യേകതയിൽ അനുഭവിക്കത്തക്കവണ്ണം ഒരേ കപ്പിൽ നിന്ന്, ഒരേ അപ്പത്തിൽ നിന്ന്. എന്നാൽ അതിൻ്റെ അന്തിമഘട്ടത്തിൽ വരുമ്പോൾ അവർക്ക് മാത്രമല്ല, ആ അനുഭവം അതേ ആത്മീകമായ വ്യാപ്തിയിൽ, ഇൻറ്റൻസിറ്റിയിൽ, പ്യൂരിറ്റിയിൽ, പരിശുദ്ധിയിൽ തലമുറകൾ ചരിത്രം അവസാനിക്കുന്നത് വരെ അനുഭവിക്കത്തക്കവണ്ണം, നിലനിൽക്കത്തക്കവണ്ണം ഒരു ചടങ്ങായി യേശു കൽപ്പിച്ചാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം അന്ത്യത്താഴം അല്ലെങ്കിൽ യൂക്കറിസ്റ്റ് അല്ലെങ്കിൽ ദിവ്യബലി എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആകണമെങ്കിൽ ആ ആചരണത്തിൽ കൂടെ
ആദിമ സംഭവത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഏത് തരത്തിലുള്ള വൈകാരികവും ശാരീരികവും ആത്മീകവുമായ ആ അഭൗമമായ അനുഭവത്തിൽ ഇത് ഉപയോഗിച്ചുവോ, അതേ അവസ്ഥ റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ആദിമ സംഭവത്തിലുണ്ടായിരുന്ന അനുഭവ സമ്പത്ത്, വൈകാരികമായ പരിശുദ്ധി, ഗുരുവും ശിഷ്യന്മാരും ഒന്നായിത്തീരുന്ന, അവരുടെ വ്യക്തിത്വം ഒന്നായിത്തീരുന്ന, അതാണ് സക്രമെന്റ് എന്ന് പറയുന്നത്. മനുഷ്യനും ദൈവവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥയുടെ പേരാണ് സക്രമെന്റ്. ആ ഒരു ആന്തരികമായ യാഥാർത്ഥ്യത്തെ ബാഹ്യമായി പ്രകടിപ്പിക്കാൻ ചില ഉപാധികൾ ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. പക്ഷേ ആന്തരികമായ അനുഭവമില്ലാതെ ബാഹ്യമായ ഉപാധികളെടുത്ത് കൈയാളിയാൽ അത് സക്രമെന്താകയില്ല. ആ അവസ്ഥയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവ്യബലിയുടെ പേരിൽ തമ്മിൽ തല്ലുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ, ഇതിൽ ഉണ്ടാകേണ്ട ആത്മീകമായ അനുഭവം എന്താണെന്നോ, യേശു വിഭാവന ചെയ്ത വിശ്വാസ സമൂഹത്തിൻ്റെ ഐക്യം, ആത്മീയ ഐക്യം എന്താണെന്നോ അല്പം പോലും ചിന്തയില്ലാതെ ഇതൊരു കോലാഹലത്തിൻ്റെയും പരസ്പര കലഹത്തിൻ്റെയും പശ്ചാത്തലമായി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ജനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രമാത്രം അല്പം വിശദീകരിച്ച് ഇത് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വിശ്ലേഷണം ചെയ്യാൻ ശ്രമിച്ചത്. ഇനി ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാം. പണ്ടത്തെ കാലത്ത് യൂറോപ്പിലൊക്കെ യുവാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ, അന്ന് പലപ്പോഴും യുദ്ധത്തിന് പോകുന്നവർ തിരിച്ചു വരാറില്ല, ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അന്ന് ചത്തു വീഴുമായിരുന്നു. കാരണം ഇപ്പോൾ യുദ്ധത്തിൻ്റെ മുറകൾ മാറി. അപ്പോൾ ഒരു യുവാവ് യുദ്ധത്തിന് പോകുമ്പോൾ അവൻ മിക്കവാറും തിരിച്ചു വരികയില്ല എന്നൊരു ഭയം പ്രത്യേകിച്ച് അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്തു ചെയ്യും? വളരെ വികാരനിർഭരമായ ഒരു നിമിഷത്തിൽ ഈ യുദ്ധകളത്തിലേക്ക് പോകുന്ന യുവാവിൻ്റെ അല്പം തലമുടി അവൾ കത്രിച്ച് ഓർമ്മയ്ക്കായി അവളുടെ കയ്യിൽ വെക്കും. അങ്ങനെ ആ ഒരു അനുഭവം അതിലേർപ്പെട്ടിരിക്കുന്ന യുവാവിനും യുവതിക്കും വളരെ പ്രത്യേകതയുള്ളതാണ്. എന്നാൽ അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ മൂന്നാമതൊരാൾ ദൂരെ നിന്നത് കണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ യുവാവിൻ്റെ തലമുടി കണ്ടിരിക്കുന്നത് എന്ന് അവൻ അറിഞ്ഞുകൂടാ. അവർ തമ്മിൽ സ്നേഹമാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ ദൂരെ നിന്നത് കാണുന്നുണ്ട്. അവൻ വിചാരിക്കും അവൾ ഒരു ബാർബറാണ് എന്ന് വിചാരിക്കുന്നു. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഇതിനെപ്പറ്റി നാം ചിന്തിക്കണം. നാം ആചാരങ്ങളെ ആവർത്തിക്കുവാൻ താല്പര്യം കാണിക്കുന്നു. പക്ഷേ ഈ ആചാരങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ആത്മീകമായ അനുഭവങ്ങളെ നാം പുച്ഛിച്ച് തള്ളുന്നു. നമുക്കതുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അതെങ്ങനെ നടത്തുന്നു? പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ, മദ്ബഹായ് അൾത്താരയിൽ തിരിഞ്ഞ് നിൽക്കണോ, ജനങ്ങളെ തിരിഞ്ഞ് നിൽക്കണോ, അല്ലെങ്കിൽ ഇരിക്കണമോ, അല്ലെങ്കിൽ വളഞ്ഞു നിൽക്കണമോ, ഇങ്ങനെയുള്ള അർത്ഥരഹിതമായ കാര്യങ്ങൾ യേശു വിഭാവന ചെയ്തതുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അത് വലിയ കോലാഹലത്തിന് കാരണമാക്കി നാം ഇപ്രകാരം ഒരു യുദ്ധക്കളത്തിൽ വീരന്മാരായി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, യേശു വിഭാവന ചെയ്ത ആ ആത്മീകമായ അനുഭൂതിയും നാം പറയുന്ന ഈ ദിവ്യബലിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ബലിയുമല്ല, ഇത് ദിവ്യവുമല്ല, ഇത് കലഹമുണ്ടാക്കാനുള്ള ഒരവസരം, രാഷ്ട്രീയം കളിക്കാനുള്ളൊരു വേദി എന്ന് മാത്രമാണ്. പിന്നെ അല്ലാത്ത ഇടങ്ങളിൽ പുരോഹിതൻ അവൻ്റെ ആധിപത്യം ജനങ്ങളെ എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചു. യേശുവിനെ ഓർമ്മിപ്പിക്കുന്ന പരിപാടിയല്ല ഇത്. പുരോഹിതൻ അവൻ്റെ ആധിപത്യം, അവൻ്റെ പ്രത്യേകമായ ആനുകൂല്യം, ദൈവം അവന് മാത്രം ചെയ്യാൻ അനുവാദം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ക്രിയ ചെയ്യുമ്പോൾ വലിയ ഗമയിലാണ് എന്ന ഒരു പ്രതീതി വരുത്തുവാൻ മാത്രമാണ് പല പുരോഹിതന്മാരും ശ്രമിക്കുന്നത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആദ്യ അന്ത്യ അത്താഴത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ആത്മീകമായ ആ ആഴമോ വ്യാപ്തിയോ ആത്മാവോ വൈകാരികമായ പരിശുദ്ധിയോ വീര്യമോ
അതിൻ്റെ 4 അയലത്ത് വരുവാൻ നമ്മുടെ ഈ ആചാരത്തിന് ഏത് ട്രഡീഷനിലും ആയിക്കൊള്ളട്ടെ, ഏത് പേരും പറഞ്ഞ് നിങ്ങൾ വിളിച്ചു, നമ്മളെക്കൊണ്ട് സാധ്യമല്ല. നമ്മളിതൊരു വെറും ശവം പോലെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകരുത്, ആകരുത്, ആകരുത്. വളരെ അർത്ഥപൂർണമായ, വളരെ വളരെ ആത്മീകമായ, വ്യാപ്തിയുള്ള, ഗാംഭീര്യമുള്ള, തുല്യമായ ഒരു അനുഭവമായി ഇതിനെ നിലനിർത്തുന്നതിന് പകരം ഇതിൻ്റെ അർത്ഥമറിയാതെ വെറും യാന്ത്രികമായ ആവർത്തിക്കപ്പെടുന്ന ഒരു കർമ്മമായി നമ്മുടെ ഇടയിൽ ഇത് അധപ്പതിച്ചു പോയല്ലോ എന്ന ദുഃഖം നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് എൻ്റെ ചിന്തകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.